നമസ്കാരം. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി വീണ്ടും സ്ഥാനാർത്ഥിയാകും എന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമാകുകയാണ്. സിറ്റിംഗ് MLA വി കെ പ്രശാന്ത് തന്നെയാകും പാർട്ടി മറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ ഇടതിന്റെ വട്ടിയൂർക്കാവിലെ അടുത്ത സ്ഥാനാർത്ഥി. അടുത്തത് BJPയുടെ സ്ഥാനാർത്ഥി. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥിരം താമസക്കാരൻ കൂടിയായ നടൻ കൃഷ്ണകുമാറിന്റെ പേരാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി ഏറ്റവും ശക്തമായി ഉയർന്നു കേൾക്കുന്നത്. ഇപ്പോഴിതാ കൃഷ്ണകുമാറും കഴിഞ്ഞ 2 ആഴ്ചയെ തന്നെ മണ്ഡലത്തിൽ അനൗദ്യോഗികമായി വീടുകളടക്കം പര്യടനവും ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഇനിയെങ്കിലും അല്പം കൂടി ബന്ധങ്ങൾ ഉണ്ടാക്കി വെക്കണം. കെ മുരളീധരൻ കുറെ കാലം പിന്തുടർന്നിട്ട് പിന്നെ തൃശ്ശൂരിൽ നിന്ന് തോറ്റപ്പോൾ തൽക്കാലത്തേക്ക് മതിയാക്കിയ ഭവന സന്ദർശനം ഇപ്പോൾ അതേ മോഡലിൽ കൃഷ്ണകുമാർ BJPക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നു. നെട്ടയം വാർഡിലെ ചീനിക്കോണത്തെ അന്തരിച്ച മുരളീധരൻ നായരുടെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ട് അനുശോചനം അറിയിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ ഭവന സന്ദർശനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു കൃഷ്ണകുമാർ. തൊട്ടടുത്ത് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് NDA സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ വീണ്ടും മത്സരിച്ചു. ഇത്തവണ വട്ടിയൂർക്കാവ് മണ്ഡലം കൃഷ്ണകുമാറിന് ഏറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കാരണം ആ മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരനാണ് കൃഷ്ണകുമാർ. ഒട്ടേറെ ബന്ധുബലവും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമായുണ്ട്. പിന്നെ BJP വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും CPM വോട്ടുകളും ബലാബലം നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. മാറി മാറി കോൺഗ്രസും CPMഉം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്ന ഒരു മണ്ഡലം. ഈ വിജയങ്ങളിൽ മണ്ഡലത്തിലെ BJP വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ വരെ നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ BJP സ്ഥാനത്ത് പരാജയപ്പെട്ടപ്പോഴും ഇതേ ആരോപണമാണ് അന്ന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉയർന്നു കേട്ടത്. തൊട്ടപ്പുറത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് തൊട്ടടുത്ത നിയമമണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നതെന്ന് ആ അഭ്യൂഹങ്ങളും വളരെ ശക്തമാണ്. കോൺഗ്രസ് സമ്മതിക്കുകയാണെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കെ മുരളീധരൻ തന്നെയാകും. മണ്ഡലവുമായി ഇപ്പോഴും മുരളീധരൻ ഇഴപിരിയാത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോഴാണ് നിലവിലെ MLA വി കെ പ്രശാന്തിനും കെ മുരളീധരനും കനത്ത എതിരാളിയായി നടൻ കൃഷ്ണകുമാറിന്റെ രംഗപ്രവേശം. ഫേസ്ബുക്കിൽ കൃഷ്ണകുമാർ തന്റെ മണ്ഡലത്തിലെ വിവരങ്ങളൊക്കെ കൃത്യമായി അപ്ഡേറ്റ് തുടങ്ങി. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കൃഷ്ണകുമാർ കൃത്യമായിട്ട് താൻ പോകുന്ന വീടുകളുടെയും ഒക്കെ വിവരങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നു. മണ്ഡലത്തിലെ വിവാഹ ചടങ്ങുകൾ, മരണ വീടുകൾ, മറ്റു ചടങ്ങുകൾ, മണ്ഡലത്തിലെ പ്രാദേശിക BJP ഘടകങ്ങളുടെ പ്രതിഷേധ കൂട്ടായ്മകൾ, ആലോചനാ യോഗങ്ങൾ, ഇതിലൊക്കെ ഇപ്പോൾ കൃഷ്ണകുമാർ സജീവമാണ്, നിറസാന്നിധ്യമാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പൂർണ്ണ സജീവമാകുക എന്ന് തന്നെയാണ് ലക്ഷ്യം. കൃഷ്ണകുമാർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫേസ്ബുക്കിലെ ചിത്രങ്ങൾ താഴെ നിരവധി കമന്റുകളും വരുന്നുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിച്ചും പ്രതിഷേധിച്ചും എതിർത്തുമൊക്കെ. അതിലൊരു കമന്റ്, വെറുതെ മരണത്തിന് പോയി അനുശോചിച്ചിട്ട് കാര്യമില്ല, വില്ലേജ് ഓഫീസുകളിൽ കോർപ്പറേഷൻ ഓഫീസിലുമൊക്കെ സേവന അവകാശ നിയമപ്രകാരം അനുവദിച്ച ദിവസത്തിന്റെ എത്രയോ ഇരട്ടി സമയം കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടാതെ പാവപ്പെട്ടവർ മണ്ഡലത്തിലുള്ളവർ വലയുകയാണ്. അതിലൊരു പരിഹാരം ഉണ്ടാക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ചിലരൊക്കെ കൃഷ്ണകുമാറിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും വട്ടിയൂർക്കാവിൽ ഇത്തവണ ഒരു കൈ നോക്കാൻ തന്നെയാണ് നടൻ കൃഷ്ണകുമാറിന്റെ തീരുമാനം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച